ഹലോ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള സർവീസ് റൂൾസ് പാർട്ട് 1 ചാപ്റ്റർ 2 ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. KSRലെ പാർട്ട് 1 ചാപ്റ്റർ 2 എല്ലാ ഡെഫിനിഷൻസും. അതായത് ഈ ഈ ചട്ടങ്ങളിൽ, ഈ റൂൾസിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ഏത് അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത്. എല്ലാ ഡെഫിനിഷൻസും ഒറ്റ റൂളിലാണ്, റൂൾ 12 കേട്ടോ. ഓൾ ഡെഫിനിഷൻസ് റൂൾ 12. എന്നാൽ 12.1, 12.2 ബ്രാക്കറ്റിൽ 12.3 അങ്ങനെ സബ് റൂൾസ് ഉണ്ട്. അങ്ങനെ 12.37 വരെയുള്ള പദങ്ങളുണ്ട്. 12.37 വരെയുള്ള പദങ്ങളാണ് ഇതിലുള്ളത്. ഡെഫിനേഷൻസ് എല്ലാം റൂൾ 12 കേട്ടോ. The terms defined in this chapter are used in the rules in the sense here explained. അവിടെ പറഞ്ഞ അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. മറ്റൊരു തരത്തിൽ സന്ദർഭത്തിലോ മറ്റു വിഷയത്തിലോ അതിന് വിരുദ്ധമായിട്ടൊന്നും തന്നെ ഇല്ലെങ്കിൽ. ഒന്നാമത്തെ ഡെഫിനിഷൻ ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് ആണ്. യഥാർത്ഥ യാത്രാ ചെലവുകൾ 12.1 12.1 ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് ആണ്, യഥാർത്ഥ യാത്രാ ചെലവുകളാണ്. ഈ യഥാർത്ഥ യാത്രാ ചെലവുകൾ എന്ന് പറഞ്ഞാൽ ഇതൊരു തരം യാത്രപ്പടിയാണ്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് TA. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫോംസ് ഓഫ് TA. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫോംസ് ഓഫ് TA. ഇതൊരു TA ആണ് കേട്ടോ, ഒരു യാത്രപ്പടിയാണ്. മലയാളം എഴുതുന്നവർ അങ്ങനെ എഴുതിയാലും മതി. ഇതൊരു യാത്രപ്പടിയാണ്. അപ്പോഴേ ഇവിടെ ഈ സെന്റൻസിൽ കുറച്ച് ഐറ്റംസ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് ആയി കണക്കാക്കാം, എന്നാൽ കുറച്ച് ഐറ്റംസ് അങ്ങനെ കണക്കാക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ബോർഡ് ഷെയർ ചെയ്തിട്ട് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് ആയി കണക്കാക്കാവുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് എന്നൊന്ന് എഴുതാം. യെസ്, ഒരു വെള്ള പേപ്പറിലൊന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡ്, ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് അതിൽ ഉൾപ്പെടുന്ന ഐറ്റംസ്. ടെക്സ്റ്റിൽ പേജ് നമ്പർ, ടെസ്റ്റ് ഉള്ളൊരു ടെസ്റ്റ് നോക്കിക്കോളൂ. ഇപ്പം എന്തായാലും ഒന്ന് എഴുതിയെടുക്ക് അത്യാവശ്യമുള്ളത്. ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് മീൻസ് അല്ലെ ഇൻക്ലൂഡ്, അതിൽ ഉൾപ്പെടുന്നു. ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് 1. ദ ആക്ച്വൽ ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് ഓഫ് ദി ഓഫീസർ. ആക്ച്വൽ ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ്, ആക്ച്വൽ ട്രാൻസ്പോർട്ടിംഗ് ചാർജ്. ചാർജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ചെലവാണ്, എക്സ്പെൻഡിച്ചർ ആണ്. ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഓഫ് ദ ഓഫീസർ, ഓഫ് ആൻ ഓഫീസർ, ഒരു ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക കൃത്രിമത്തിന്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും, അല്ലേ? ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് ആൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഓഫ് ആൻ ഓഫീസർ, അത് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഓഫ് ഹിസ് പേഴ്സണൽ ലഗേജ്, അദ്ദേഹത്തിന്റെ വ്യക്തിഗത ലഗേജ് കൊണ്ടുപോകുന്നതിനുള്ള യാത്രാ ചെലവ്, ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഓഫ് ഹിസ് പേഴ്സണൽ ലഗേജ്, വ്യക്തിഗത ലഗേജിന്റെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ്, പേഴ്സണൽ ലഗേജ്. 1. ദ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഓഫ് ദ ഓഫീസർ ഹിംസെൽഫ്, ആക്ച്വൽ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഓഫ് എൻ ഓഫീസർ. 2. ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഓഫ് ഹിസ് പേഴ്സണൽ ലഗേജ്. മൂന്നാമത്തെ ഒരു ഐറ്റം ചാർജസ് ഫോർ ഫെറി. ഫെറി ചാർജ് എന്ന് എഴുതിയാലും മതി. ഫെറി ചാർജ് മലയാളം അത് തന്നെ എഴുതിയാൽ മതി, കടത്തുകൂലി എന്ന് പറയും നമ്മൾ, അല്ലേ? ഫെറി ചാർജ്, ഫെറി, ബോട്ട് മുതലാവയാണല്ലോ ഫെറി. ഫെറി ചാർജ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസിൽ ഉൾപ്പെടുന്നതാണ്. മറ്റൊരു ഐറ്റം ടോൾ ചാർജസ്. 4-മത്തെ ഐറ്റം എഴുതിക്കോളൂ. 4-മത്തത് ടോൾ ചാർജസ്, ചാർജസ് ഫോർ ടോൾസ്. ടോൾ ചാർജസ്, ചുങ്കം, റോഡിലൊക്കെ നമ്മൾ ടോൾ കൊടുക്കാറില്ലേ, അത് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ. അതുകൂടാതെ 1 more ഐറ്റം, ഇറ്റ് ഈസ് ചാർജസ്. ചാർജസ് എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ ആണ്. ചാർജസ് ഫോർ ദ കാരേജ് ഓഫ് ക്യാമ്പ് ഇക്വിപ്മെന്റ്. ക്യാമ്പിലുള്ള, ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ താൽക്കാലിക വാസസ്ഥലമാണ് ക്യാമ്പ്. ഇപ്പൊ ക്യാമ്പിലുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ, ഇക്വിപ്മെന്റ്, വസ്തുവകകൾ കൊണ്ടുപോകുന്നതിനുള്ള ചാർജ്. ഈ 5 ഐറ്റംസ് ആണ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് ആയി കണക്കാക്കുന്നത്. ഏതൊക്കെ ഐറ്റംസ് ആണ്? ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഓഫ് ഓഫീസർ, ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഓഫ് ഹിസ് പേഴ്സണൽ ലഗേജ്, ദെൻ ചാർജസ് ഫോർ ഫെറി ഓർ ഫെറി ചാർജസ് ഓർ ചാർജസ് ഫോർ ടോൾസ്, ടോൾ ചാർജസ് അതിൽ വരും. ഓൺ ചാർജസ് ഫോർ ദ കാരേജ് ഓഫ് ക്യാമ്പ് ഇക്വിപ്മെന്റ്. ഇത് കൂടാതെ ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്, അതിൽ ഉൾപ്പെടുന്നില്ല. താഴെ പറഞ്ഞ ഐറ്റംസ് ഒന്നും വരുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്, അതിൽ വരുന്നില്ല. ഏതൊക്കെ ഐറ്റംസ് ആണ് വരാത്തത് നോക്കാം.
ഒന്നാമത്തെ ഐറ്റം വരാത്തത് ചാർജസ് ഫോർ ഹോട്ടൽസ്. ചാർജസ് എക്സ്പെൻസ് ആണ്. ഫോർ ഹോട്ടൽസ്, ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നാൽ അതിൻ്റെ ചാർജ് യാത്രാമധ്യേ മറ്റും അത് ആക്ച്വൽ ട്രാവൽ എക്സ്പെൻസായി കണക്കാക്കപ്പെടുന്നില്ല കേട്ടോ. അത് അടുത്തത് ചാർജസ് ഫോർ ഡിറ്റോ ട്രാവലേഴ്സ് ബംഗ്ലാവ്. ട്രാവലേഴ്സ് ബംഗ്ലാവ് യാത്രീ നിവാസം എന്നൊക്കെ പറയത്തില്ലേ, ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്നൊക്കെ പറയല്ലേ. ട്രാവലേഴ്സ് ബംഗ്ലാവിൽ താമസിക്കുന്നതിൻ്റെ ചാർജ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസ് അല്ല. റൈറ്റ്. മൂന്നാമത്തെ ഐറ്റം ചാർജസ് ഫോർ റിഫ്രഷ്മെന്റ്സ്. ചാർജസ് ഡിറ്റോ ഫോർ റിഫ്രഷ്മെന്റ്സ്. റിഫ്രഷ്മെന്റ് അറിയാമല്ലോ, ലഘുഭക്ഷണം, ലഘുഭക്ഷണ പാനീയത്തിനൊക്കെ നമ്മൾ റിഫ്രഷ്മെന്റ്സ് എന്ന് പറയത്തില്ലേ. റിഫ്രഷ്മെന്റ് ചാർജ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസിൽ വരുന്നില്ല. ദെൻ ഫോർത്ത് ഐറ്റം ചാർജസ് ഫോർ ദ ക്യാരേജ് ഓഫ് സ്റ്റോഴ്സ്. ചാർജസ് ഫോർ ദ ക്യാരേജ് ഓഫ് സ്റ്റോഴ്സ്. സ്റ്റോർ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ചിലവ്, സ്റ്റോർ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാരേജ് ഓഫ് സ്റ്റോഴ്സ്, ഓഫീസ് സ്റ്റോറുകൾ കൊണ്ടുപോകുന്നതിനുള്ള ചിലവ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസിൽ ഉൾപ്പെടുന്നില്ല. ചാർജസ് ഫോർ ക്യാരേജ് ഓഫ് സ്റ്റോഴ്സ്. ദെൻ ചാർജസ് ഫോർ ദ ക്യാരേജ് ഓഫ് കൺവെൻസസ്. ചാർജസ് ഫോർ ദ ക്യാരേജ് ഓഫ് കാരിയേജ്, രണ്ട് ഡീറ്റോ കിട്ടും. ചാർജസ് ഫോർ ദ ക്യാരേജ് ഓഫ് കൺവെൻസസ്, എന്തെങ്കിലും വാഹനം കൊണ്ടുപോകാനുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസിൽ വരുന്നില്ല. വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ ചിലവ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസിൽ വരുന്നില്ല. അപ്പോൾ 5 ഐറ്റംസ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസിൽ വരുന്നില്ലെന്ന് പറഞ്ഞു. കൂടുതൽ ഐറ്റംസ് ഉണ്ട്. ഐ തിങ്ക് 3 or 4 more ഐറ്റംസ്. ഏതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്? ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസിൽ ഉൾപ്പെടാത്തത് ഹോട്ടൽ ചാർജസ് വരത്തില്ല, ട്രാവലേഴ്സ് ബംഗ്ലാവിൻ്റെ ചാർജ് വരത്തില്ല, റിഫ്രഷ്മെന്റ് ചാർജ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസ് അല്ല, സ്റ്റോഴ്സ് കൊണ്ടുപോകുന്നതിൻ്റെ ചിലവ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസ് അല്ല, കൺവെൻസസ് വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ ചിലവും ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസിൽ ഉൾപ്പെടുന്നില്ല. ദെൻ 6th one, ആറാമത്തെ ഒരു ഐറ്റം ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസിൽ ഉൾപ്പെടാത്തത് പ്രസൻസ് ടു കോച്ച്മെൻ ആൻഡ് ദ ലൈക്ക്. പ്രസൻസ് സമ്മാനങ്ങൾ ടു കോച്ച്മെൻ, വണ്ടിക്കാരാ കോച്ച്മെൻ ഉദ്ദേശിക്കുന്നത്. കോച്ച്മെൻ ആൻഡ് ദ ലൈക്ക്. നമ്മളിപ്പോൾ ഓഫീസ് ഹോട്ടലിലൊക്കെ ടിപ്സ് ഒക്കെ കൊടുക്കത്തില്ലേ, ടിപ്പ് കൊടുക്കത്തില്ലേ, അതുപോലുള്ള കാര്യങ്ങളാണ് പ്രസൻസ് ടു കോച്ച്മെൻ ആൻഡ് ദ ലൈക്ക്. വഴിമധ്യ ആർക്കെങ്കിലും സമ്മാനങ്ങൾ വണ്ടിക്കാർക്ക് മറ്റും കൊടുത്തു കഴിഞ്ഞാൽ, ഗിഫ്റ്റൊക്കെ കൊടുത്താൽ, ടിപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസിൽ വരുന്നില്ല കേട്ടോ. അതുകൂടാതെ എനി ലോസ് ഓർ ഇൻസിഡന്റ് എക്സ്പെൻസസ്. അടുത്തൊരു ഐറ്റം എനി ലോസ് ഓർ എക്സ്പെൻസസ്, എനി ഇൻസിഡന്റൽ ലോസ്, എനി ഇൻസിഡന്റൽ സാന്ദർഭികമായി ഉണ്ടാകുന്ന ഇൻസിഡന്റൽ ലോസ് ഓർ എക്സ്പെൻസസ്. എക്സ്പെൻസസ് ആസ് ദ ബ്രേക്കേജ് ഓഫ് ക്രോക്കറി. ബ്രേക്കേജ് ഓഫ് ക്രോക്കറി, പിഞ്ഞാൺ പാത്രങ്ങൾ ഉടയുന്നത് മൂലമുണ്ടാകുന്ന നഷ്ടം. ഏതെങ്കിലും സന്ദർഭത്തിൽ ഇപ്പോൾ പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പിഞ്ഞാൺ പാത്രങ്ങളൊക്കെ പൊട്ടിപ്പോയാൽ അതുമൂലം ഉണ്ടാകുന്ന നഷ്ടം. എക്സ്പെൻസസ് ആസ് എ ബ്രേക്കേജ് ഓഫ് ക്രോക്കറി. ദെൻ ലോസ് ഡ്യൂ ടു വെയർ ആൻഡ് ടയർ ഓഫ് ഫർണിച്ചർ. എക്സ്പെൻസ് ഓർ ലോസ് ഡ്യൂ ടു വെയർ ആൻഡ് ടയർ ഓഫ് ഫർണിച്ചർ. വെയർ ആൻഡ് ടയർ അറിയാമല്ലോ, തേയ്മാനം ഓഫ് ഫർണിച്ചർ. ഫർണിച്ചറിന്റെ തേയ്മാനം മൂലമുണ്ടാകുന്ന ചെലവ് അല്ലെങ്കിൽ നഷ്ടം. ലോസ് ഓർ എക്സ്പെൻസ് ഡ്യൂ ടു വെയർ ആൻഡ് ടയർ ഓഫ് ഫർണിച്ചർ. ലോസ് എന്ന് എഴുതിയാലും മതി. ലോസ് ഓർ എക്സ്പെൻസ് ഡ്യൂ ടു വെയർ ആൻഡ് ടയർ ഓഫ് ഫർണിച്ചർ ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസിൽ ഉൾപ്പെടുന്നില്ല. ദെൻ വൺ മോർ ഐറ്റം, ദാറ്റ് ഈസ് എ 9th ഐറ്റം, എക്സ്പെൻസസ് ഫോർ ദ എംപ്ലോയ്മെന്റ് ഓഫ് സർവൻസ്. 8ാമത്തെ ഐറ്റം, എക്സ്പെൻസസ് ഫോർ ദ എംപ്ലോയ്മെന്റ് ഓഫ് സർവൻസ്. സേവകരെ നിയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ചെലവ്. എക്സ്പെൻസസ് ഫോർ ദ എംപ്ലോയ്മെന്റ് ഓഫ് സർവൻസ്. സേവകരെ നിയോഗിക്കുന്നതിൻ്റെ ചെലവ്, അതുമൂലമുണ്ടാകുന്ന ചെലവ്. ഈ 9 ഐറ്റംസ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസിൽ വരുന്നതായി കണക്കാക്കപ്പെടുന്നില്ല. റൈറ്റ്. ഇത്രയുമാണ് ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് പാർട്ട് ഒരു 5 ഐറ്റംസ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് ആയി കണക്കാക്കപ്പെടും. എന്നാൽ നെക്സ്റ്റ് 9 ഐറ്റംസ്, these items are not treated as actual traveling expenses. Now let us look into these things in the textbook. Let me share the textbook itself. പുസ്തകമുള്ളവർ പുസ്തകം തന്നെ നോക്കിക്കോളൂ. KSR Part 1 Chapter 2 ടെക്സ്റ്റിൽ വായിക്കാം. ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് ടെക്സ്റ്റിൽ പേജ് നമ്പർ 7, Chapter 2 ഡെഫിനിഷൻസ് 12.1 ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ്
യഥാർത്ഥ യാത്രാ ചെലവുകൾ. ഇറ്റ് മീൻസ് എന്താണ് അർത്ഥമാക്കുന്നത്? ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടിങ് ആൻ ഓഫീസർ, ആക്ച്വൽ ട്രാൻസ്പോർട്ടിങ് ചാർജ് ഓഫ് ആൻ ഓഫീസർ. 1. 2. ആൻഡ് ട്രാൻസ്പോർട്ടിങ് ചാർജ് ഓഫ് ഹിസ് പേഴ്സണൽ ലഗേജ്, പേഴ്സണൽ ലഗേജ് കൊണ്ടുപോകുന്നതിന്റെ ചെലവ്. ഇൻക്ലൂഡിങ് ചാർജസ് ഫോർ ferry charges or charges for ferry, and charges for the other tolls or toll charges, and charges for the carriage of camp equipment if necessary. Thus these 5 items. ഈ ഫസ്റ്റ് സെന്റൻസിൽ വരുന്നതെല്ലാം ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് ആണ്. ദെൻ സെക്കൻഡ് സെന്റൻസ്, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്, അത് ഉൾപ്പെടുന്നില്ല. സി, 1 ചാർജസ് ഫോർ ഹോട്ടൽസ്, ദെൻ ചാർജസ് ഫോർ ട്രാവലേഴ്സ് ബംഗ്ലോസ് or charges for refreshments, or charges for the carriage of stores or conveyances, charges for the carriage of stores or conveyances, or charges for presents to coachmen and the like, or any allowance for such incidental losses or expenses as the breakage of crockery, wear and tear of furniture, and the employment of servants. പരീക്ഷയ്ക്ക് താഴെ പറയുന്നതിൽ ഏതാണ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ്? ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് എ charges for hotels, B charges for refreshments, C charges for the employment of servants, D charges for the carriage of camp equipment if necessary. ഇതിൽ ഏതാണ് ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസ് ആയി കണക്കാക്കുന്നത്? ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് മീൻസ് ഏതാണ് ഉദ്ദേശിക്കുന്നത്? ഡി ആണ്. ബാക്കി എയും ബിയും സിയും ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസ് അല്ലല്ലോ. ഇനി വൺ അമംഗ് ദ ഐറ്റംസ് not treated as actual traveling expenses, one of the following items. താഴെ പറഞ്ഞ ഒരു ഐറ്റം ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് അല്ല. അത് ഏതാണ്? എ ചാർജസ് ഫോർ ഫെറി, ബി ചാർജസ് ഫോർ ടോൾസ്, സി ചാർജസ് ഫോർ ദ കാരേജ് ഓഫ് ക്യാമ്പ് ഇക്വിപ്മെന്റ്, ഡി ചാർജസ് ഫോർ റിഫ്രഷ്മെന്റ്സ്, അല്ല ചാർജസ് ഫോർ ഹോട്ടൽസ്, ഓർ ചാർജസ് ഫോർ ദ എംപ്ലോയ്മെന്റ് ഓഫ് സർവൻസ്, ഓർ ചാർജസ് ഫോർ ദ കാരേജ് ഓഫ് കൺവെയൻസസ്. ഡിയിൽ ഏത് വന്നാലും അതാണ് ശരി ഉത്തരം. എ ബി സി ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസസ് ആണ്. അപ്പൊ ഈ രീതിയിലാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. ഐ തിങ്ക് ഇറ്റ് ഈസ് ഓക്കെ നൗ. നെക്സ്റ്റ് വൺ ക്ലിയർ ആണല്ലോ. അടുത്തത് അപ്രന്റീസ് ആണ്. അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കറിയാമല്ലോ, സാധാരണ അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, വിശേഷിച്ച് കൊമേഴ്സ്യൽ നേച്ചറുള്ള അല്ലെ കമ്പനികളിലൊക്കെ അപ്രന്റീസിനെ എടുക്കാറുണ്ടല്ലോ. എസ്പെഷ്യലി ഫ്രം ടെക്നിക്കലി ക്വാളിഫൈഡ് പേഴ്സൺസ് ആർ അപ്പോയിന്റഡ് അല്ലേ, അപ്രന്റീസ് ആയിട്ട് എടുക്കും. ഇവിടെ KSR പ്രകാരം അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന ഡെഫിനിഷൻ നമുക്ക് നോക്കാം. 12(2) അപ്രന്റീസ്, 12(2) ആണ്. അപ്രന്റീസ് മീൻസ് എ പേഴ്സൺ ഡെപ്യൂട്ടഡ് ഫോർ ട്രെയിനിങ് വിത്ത് എ വ്യൂ ടു എംപ്ലോയ്മെന്റ് ഇൻ ഗവൺമെന്റ് സർവീസ്. വിത്ത് ആൻ അപ്രന്റീസ്, അപ്രന്റീസ് മീൻസ് എ പേഴ്സൺ ഡെപ്യൂട്ടഡ് ഫോർ ട്രെയിനിങ് വിത്ത് എ വ്യൂ ടു എംപ്ലോയ്മെന്റ് ഇൻ ഗവൺമെന്റ് സർവീസ്. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടി, ഉദ്ദേശത്തോടു കൂടി പരിശീലനത്തിന് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് അപ്രന്റീസ്. അത്ര മതി. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കും. എ പേഴ്സൺ ഡെപ്യൂട്ടഡ് ഫോർ ട്രെയിനിങ്, ക്വസ്റ്റ്യൻ, വിത്ത് എ വ്യൂ ടു എംപ്ലോയ്മെന്റ് ഇൻ ഗവൺമെന്റ് സർവീസ്. എ പ്രൊബേഷണർ, ബി ഒഫീഷ്യലിംഗ് ഓഫീസർ, സി പ്രൊഫഷണൽ എംപ്ലോയി, ഡി അപ്രന്റീസ്. ഏതാണ് ശരി ഉത്തരം? അപ്രന്റീസ് ആണ്. ആൻഡ് ഹി ഈസ് പെയ്ഡ് അറ്റ് എ മന്ത്ലി റേറ്റ്സ് ആൻഡ് ഹി ഹു ഡ്രോസ് പേ അറ്റ് മന്ത്ലി റേറ്റ്സ് ഫ്രം ഗവൺമെന്റ് ഡ്യൂറിംഗ് സച്ച് ട്രെയിനിങ്. അങ്ങനെയുള്ള ട്രെയിനിങ് കാലയളവിൽ അദ്ദേഹത്തിന് സർക്കാരിൽ നിന്ന് പ്രതിമാസം ശമ്പളം കിട്ടുന്നു. ബട്ട് ഹി ഈസ് നോട്ട് എംപ്ലോയിഡ് ഇൻ ഓർ അഗൻസ്റ്റ് എ സബ്സ്റ്റാൻറ്റീവ് വേക്കൻസി ഇൻ ദ കാഡർ ഓഫ് എ ഡിപ്പാർട്ട്മെന്റ്. നമുക്കത് ഇച്ചിരി വിശദീകരണം വരുന്ന ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കാം. ഇപ്പം ഞാൻ ചെറുതായിട്ട് പറഞ്ഞു വിട്ടേക്കാം. സബ്സ്റ്റാൻറ്റീവ് വേക്കൻസി എന്ന് പറഞ്ഞാൽ പെർമനന്റ് വേക്കൻസി എന്നാണ് അല്ലേ. സബ്സ്റ്റാൻറ്റീവ് വേക്കൻസി എന്താണ്? പെർമനന്റ് വേക്കൻസിയാണ്. കാഡർ നമുക്ക് പഠിക്കാനുണ്ട്. സ്ഥിരം ഒഴിവുകൾക്കാണ് ഈ കാഡർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു അപ്രന്റീസിനെ എംപ്ലോയ് ചെയ്യുന്നത് ഒരു സ്ഥിരം ഒഴിവിലല്ല. ഒരു സ്ഥിരം ഒഴിവിന്റെ ആവശ്യമില്ല അപ്രന്റീസിനെ എടുക്കാൻ. മനസ്സിലായില്ല? അപ്രന്റീസിനെ എടുക്കാൻ സ്ഥിരം ഒഴിവ് വേണ്ട, ഒരു പെർമനന്റ് വേക്കൻസി വേണ്ട, ഒരു സബ്സ്റ്റാൻറ്റീവ് വേക്കൻസി വേണ്ട, ഒരു കാഡർ സ്ട്രെങ്തിലുള്ള ഒരു പോസ്റ്റ് വേണ്ട. റൈറ്റ്? ഇതോട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു പദം കൂടി ഒന്ന് പരിചയപ്പെടാം. അത് 1228 ആണ്. ടെക്സ്റ്റിൽ പേജ് നമ്പർ 15 ആണ്. ദാറ്റ് ഈസ് പ്രൊബേഷണർ. പ്രൊബേഷണർ എന്ന് പറഞ്ഞതും അപ്രന്റീസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹു ഈസ് എ പ്രൊബേഷണർ? 1228. നമുക്ക് പ്രൊബേഷണറുടെ കുറച്ച് ക്ലാസ്സുകളുടെ വിശദമായി പഠിക്കാനുണ്ട്. ഇവിടെ അതിന്റെ ഡെഫിനിഷൻ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. പ്രൊബേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതിന് 2 ക്ലാസ്, ഈ പ്രൊബേഷണർ ഒരു റെക്കോർഡ് ക്ലാസ് വീഡിയോ ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് അയച്ചു തരാം.
Probation means an officer employed on probation. Who is a probationer? An officer employed on probation. നിരീക്ഷണത്തിൽ കഴിയുന്ന ഉദ്യോഗസ്ഥനാണ് അല്ലേ? against a against a substantive vacancy in the cadre of a department. അതായത് ഒരു പ്രൊബേഷണറെ നിയമിക്കുന്നത് ഒരു സബ്സ്റ്റാൻറ്റീവ് വേക്കൻസിയിലാണ്, ഡിപ്പാർട്ട്മെന്റിൽ ഒരു കാഡർ പോസ്റ്റിലാണ്. എന്നാൽ അപ്രന്റീസിനെയോ അല്ല. നമുക്കറിയാം PSC വഴി നിയമിക്കുന്നത് പ്രൊബേഷണറായിട്ടാണ്. ഡിപ്പാർട്ട്മെന്റ് ഒരു സ്ഥിരം ഒഴിവ് വരുമ്പോൾ, ഒരു സബ്സ്റ്റാൻറ്റീവ് വേക്കൻസി അറൈസ് ചെയ്യുമ്പോൾ അത് PSCക്ക് റിപ്പോർട്ട് ചെയ്യും. PSC പരീക്ഷയൊക്കെ നടത്തി ആളുകളെ നമുക്ക് അയക്കുവാണ്, അഡ്വൈസ് ചെയ്യുകയാണ്. അങ്ങനെ PSCയുടെ അഡ്വൈസ് പ്രകാരമാണ് ഡിപ്പാർട്ട്മെന്റ് നിയമിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിയമിക്കുന്ന ആൾ പ്രൊബേഷണറാണ് അല്ലേ? അപ്രന്റീസും പ്രൊബേഷനും തമ്മിലുള്ള വ്യത്യാസം, an apprentice is not employed in a substantive vacancy or against a substantive vacancy, whereas a probationer is employed, appointed അല്ലേ? he is employed in a substantive vacancy. വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, an officer employed on probation against a substantive vacancy in the cadre of a department, പ്രൊബേഷണർ ആണ്. അല്ല, പ്രൊബേഷണറെ എംപ്ലോയ് ചെയ്യുന്നത് എങ്ങനെയാണ്? Probation is employed on a temporary vacancy. B, probation is employed on a provisional vacancy. A probation is not employed in a substantive vacancy. Probation is an officer employed on probation in or against a substantive vacancy. Clear ആണല്ലോ? 1228, right? Now let's again come to page number 7, text appendix, 12.3. ഓഡിറ്റ് ഓഫീസർ. ഹു ഈസ് ആൻ ഓഡിറ്റ് ഓഫീസർ? ഓഡിറ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ KSR 12.3 ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ഓഡിറ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇവിടെ അക്കൗണ്ടന്റ് ജനറൽ ആണ്. AG, who is subordinate, who is the head of office and subordinate to the C&AG of India. അതായത് ഓഡിറ്റ് ഓഫീസർ മീൻസ് AG, അക്കൗണ്ടന്റ് ജനറൽ. നമുക്ക് വളരെ വിശദമായിട്ട് അക്കൗണ്ടന്റ് ജനറൽ അതുപോലെ തന്നെ C&AGയുടെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് അതൊക്കെ നമുക്ക് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 പഠിക്കാനുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെന്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഉണ്ട്. അതായത് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ആർക്കൊക്കെ പഠിക്കാനുള്ളതാണ്? അക്കൗണ്ടൻസി ഓവറിന്റെ ഇൻട്രൊഡക്ഷന്റെ കൂടെയുള്ള ഒരു ബുക്കാണ് അക്കൗണ്ട് കോഡ് വോളിയം 1 അല്ലേ? ഹയറിനും ഇൻട്രൊഡക്ഷന്റെ കൂടെ അക്കൗണ്ട് കോഡ് വോളിയം 1 ഉണ്ട്. അതിൽ ഇൻട്രൊഡക്ഷൻ വിത്തൗട്ട് ബുക്കാണ്, പക്ഷേ വോളിയം 1 വിത്ത് ബുക്കാണ്. ഈ ഇൻട്രൊഡക്ഷൻ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സിനെ കുറിച്ച് വളരെ വിശദമായി പഠിക്കാനുണ്ട്. C&AG ഓഫ് ഇന്ത്യ എല്ലാവർക്കും അറിയാമല്ലോ. ഈസ് ദ ചീഫ് ഓഡിറ്റർ ഓർ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലേ? ഇന്ത്യയുടെ ഓഡിറ്റർ ജനറൽ എന്ന് പറഞ്ഞാൽ C&AG ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. ഇറ്റ് ഈസ് എ ഹൈലി ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്. ഭരണഘടന അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് കേരള അക്കൗണ്ട് കൂടി പഠിക്കാനുണ്ട്. അദ്ദേഹത്തെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഒന്നിപ്പോൾ എഴുതിയെടുക്കണ്ട. ഇന്ത്യൻ ഭരണഘടനയുടെ 148 ആർട്ടിക്കിൾ. 149 അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. 150 ഫോംസ് ഓഫ് അക്കൗണ്ട്സും 151, അതായത് ആർട്ടിക്കിൾസ് 148 മുതൽ എഴുതിയെടുക്കണ്ട 151 വരെയുള്ള ആർട്ടിക്കിൾസ്. ദീസ് ആർട്ടിക്കിൾസ് റിലേറ്റ് ടു C&AG ഓഫ് ഇന്ത്യ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ ഓഡിറ്റർ ജനറൽ ആണല്ലോ C&AG ഓഫ് ഇന്ത്യ. ഒരു സ്വതന്ത്ര ഭരണാധികാര സ്ഥാപനമാണ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് അല്ലെ? പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട്, അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ആയിട്ട് സംസ്ഥാനങ്ങളിലെ ഓഡിറ്റ് ഓഫീസിലെ തലവന്മാരാരാണ്? AGമാരാണ്. ഇവിടെ ഓഡിറ്റ് ഓഫീസർ എന്നുള്ള നിർവചനത്തിൽ പറയുന്നത് AGമാരെന്നാണ്. അക്കൗണ്ടന്റ് ജനറലാണ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഓഡിറ്റ് ഓഫീസർ മീൻസ് AG. ഓഡിറ്റ് ഓഫീസർ മീൻസ് അക്കൗണ്ടന്റ് ജനറൽ. ഓഡിറ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ AG ആണ്, അക്കൗണ്ടന്റ് ജനറൽ ആണ്. അറിയാമല്ലോ അക്കൗണ്ടന്റ് ജനറലിന്റെ ഫംഗ്ഷൻസും ഡ്യൂട്ടീസ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. സംസ്ഥാനത്തിന്റെ വരവുകളും കണക്കുകളൊക്കെ നിരീക്ഷിക്കുകയും അതുപോലെ സംസ്ഥാനങ്ങളെ ഓഡിറ്റ് നടത്തുകയും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളിലും അധികാരമുള്ള ഉദ്യോഗസ്ഥൻ AG ആണല്ലോ, അക്കൗണ്ടന്റ് ജനറൽ ആണല്ലോ. അപ്പൊ അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ AG ആണ്. Who is subordinate to the C&AG of India? Who is the head of office of accounts? Who is the head of office of accounts and audits?
ഓഫീസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് കേട്ടോ. അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഓഫ് സ്റ്റേറ്റ് ആണ്. ഹെഡ് ഓഫ് ദ ഓഫീസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഓഫ് സ്റ്റേറ്റ് ആണ്. ആൻഡ് സബോർഡിനേറ്റ് ടു C&AG ഓഫ് ഇന്ത്യ. ആൻഡ് സബോർഡിനേറ്റ് കീഴുദ്യോഗസ്ഥനാണ്. ആൻഡ് സബോർഡിനേറ്റ് ടു C&AG ഓഫ് ഇന്ത്യ. അതായത് C&AGയുടെ കീഴുദ്യോഗസ്ഥനായിട്ടുള്ള അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഓഫീസിന്റെ തലവനാണ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് അക്കൗണ്ടന്റ് ജനറൽ. സംസ്ഥാനങ്ങളിൽ, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും AGമാരുണ്ടാവും, അക്കൗണ്ടന്റ് ജനറൽമാരുണ്ടാവും അല്ലേ? അപ്പോൾ അവരാണ് ഈ സംസ്ഥാനത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ചിട്ട് സ്റ്റേറ്റ്മെന്റുകളൊക്കെ തയ്യാറാക്കി C&AGക്ക് അയച്ചു കൊടുക്കും. C&AG അത് വെരിഫൈ ചെയ്ത് കൗണ്ടർ സൈൻ ചെയ്ത് അതാ സംസ്ഥാനത്തെ ഗവർണർമാർക്ക് അയച്ചു കൊടുക്കും. ഗവർണർമാരാണ് നിയമസഭകളും നിയമസഭാ കമ്മിറ്റിയുമായി ചർച്ചകൾക്കൊക്കെ വെക്കുന്നതിനുള്ള സംവിധാനമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഓഡിറ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിക്കും. ഒന്ന് വായിച്ചിട്ട് പറയാം. ചോദ്യം വായിക്കാം ഞാൻ. ഓഡിറ്റ് ഓഫീസർ മീൻസ് ദ ഹെഡ് ഓഫ് ദ ഓഫീസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സബോർഡിനേറ്റ് ടു ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഉണ്ടോ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസിന്റെ തലവനാണ്. വെദർ ഡെസിഗ്നേറ്റഡ് ആസ്, ഡെസിഗ്നേറ്റ് ചെയ്യപ്പെടാം, സ്ഥാനപ്പേരിൽ അറിയപ്പെടാം. ആസ് കൺട്രോളർ, കൺട്രോളർ എന്നുള്ള മാത്രം പേരിൽ അറിയപ്പെടും. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല, ഇന്ത്യയിൽ തന്നെയും കൺട്രോളർ എന്നല്ല അറിയപ്പെടുന്നത് കൂടുതലായിട്ടും. ഓർ അക്കൗണ്ടന്റ് ജനറൽ, AGമാരായിട്ട് അറിയപ്പെടുന്നത്. ഓർ ബൈ എനി അതർ ഡെസിഗ്നേഷൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡെസിഗ്നേഷൻ. അപ്പൊ താഴെ പറഞ്ഞാൽ ആരാണ് ഓഡിറ്റ് ഓഫീസർ? ക്വസ്റ്റ്യൻ അതാണ്. A, C&AG ഓഫ് ഇന്ത്യ. B, അക്കൗണ്ട്സ് ഓഫീസർ. എഴുതിയെടുക്കണ്ട. C, DA, ഡിവിഷണൽ അക്കൗണ്ടന്റ്. D, AG ഓർ അക്കൗണ്ടന്റ് ജനറൽ. അതിൽ ആരാണ് ഓഡിറ്റ് ഓഫീസർ? C&AG കേരള സർവീസ് റൂൾസിൽ ഓഡിറ്റ് ഓഫീസറെ കണക്കാക്കുന്നില്ല, AG ആണ്. അക്കൗണ്ടന്റ് ജനറൽ ആണ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, കാഡർ. 12(4) കാഡർ. എന്താണ് ഈ കാഡർ എന്ന് പറഞ്ഞാൽ? അതായത് ടോട്ടൽ, അതായത് നമ്മുടെ ഓഫീസിലെ സ്ഥിരം പോസ്റ്റുകളില്ലേ, സ്ഥിരം സാങ്ഷന്റെ സ്ട്രെങ്ത് ഇല്ലേ, അതിനാണ് കാഡർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഓഫീസിൽ, ഒരു ഹോസ്പിറ്റലിൽ സപ്പോസ് there are 25 ഡോക്ടേഴ്സ്. അവിടുത്തെ ഡോക്ടേഴ്സിന്റെ കാഡർ 25 ആണ്. സ്ഥിരം ഒഴിവുകളുടെ എണ്ണത്തിനാണ് കാഡർ എന്ന് പറയുന്നത്. അതൊരു യൂണിറ്റിലെ ആകാം, ചിലപ്പോൾ ഒരു ജില്ലയിലെ ഒക്കെ അങ്ങനെയൊക്കെ വരാം. ഇപ്പൊ ഡോക്ടേഴ്സ് ഒരു ഡിഫറെന്റ് കാഡറാണ്. അതുപോലെ നഴ്സസ്. ഇപ്പൊ സപ്പോസ് in a hospital there are 50 nurses. What is the cadre of nurses? 50. In a school, suppose there are 100 teachers in a school. It's a big school, suppose. But അവിടുത്തെ ടീച്ചേഴ്സിന്റെ കാഡർ 100 ആണ്. പ്രിൻസിപ്പൽ, ദാറ്റ് ഈസ് അനദർ സെപ്പറേറ്റ് കാഡർ. അതായത് ഏതെങ്കിലും തസ്തികകളുടെ സ്ഥിരം ഒഴിവുകളുടെ എണ്ണത്തിനാണ് കാഡർ എന്ന് പറയുന്നത്. കാഡർ പോസ്റ്റ് എന്ന് നമ്മൾ പറയും, കാഡർ സ്ട്രെങ്ത് എന്നൊക്കെ പറയും. കാഡർ മീൻസ് ദ സ്ട്രെങ്ത് ഓഫ് എ സർവീസ് or part of a service. What is cadre? Cadre means the strength of a service or part of a service sanctioned as a separate unit. ഒരു പ്രത്യേക യൂണിറ്റായി അനുവദിച്ചിട്ടുള്ള സർവീസിന്റെ ഒരു ഭാഗത്തിന്റെ അല്ലെ അതിന്റെ ഒരു എണ്ണം അതാ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സർവീസ്. സ്ട്രെങ്ത് ഓഫ് എ സർവീസ് സർവീസിന്റെ എണ്ണമാണ്, അല്ലെങ്കിൽ പാർട്ട് ഓഫ് എ സർവീസ് സർവീസിന്റെ ഒരു ഭാഗമാണ്. സാങ്ഷൻഡ് ആസ് എ സെപ്പറേറ്റ് യൂണിറ്റ്. പരീക്ഷ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ദ സ്ട്രെങ്ത് ഓഫ് എ സർവീസ് ഓർ പാർട്ട് ഓഫ് എ സർവീസ് സാങ്ഷൻഡ് ആസ് എ സെപ്പറേറ്റ് യൂണിറ്റ്. എ, ക്ലാസ്. ബി, ഡിവിഷൻ. സി, സെക്ഷൻ. ഡി, കാഡർ. വാട്ട് ഈസ് കാഡർ? ഇതാണ് കാഡറാണ് ശരി ഉത്തരം. ചോദ്യം എന്താണ്? ദ സ്ട്രെങ്ത് ഓഫ് എ സർവീസ് ഓർ പാർട്ട് ഓഫ് എ സർവീസ് സാങ്ഷൻഡ് ആസ് എ സെപ്പറേറ്റ് യൂണിറ്റ്. വാട്ട്സ് ഇറ്റ്? ഇറ്റ് ഈസ് കാഡർ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് കംസ് കോമ്പൻസേറ്ററി അലവൻസ് ആണ്. നഷ്ടപരിഹാര ബത്തയാണ്. നമുക്ക് വളരെ വിശദമായിട്ട് നഷ്ടപരിഹാര ബത്തകളെ കുറിച്ച് അപ്പൻഡിക്സ് 4 പഠിക്കാനുണ്ട്. ദെൻ ചാപ്റ്റർ 5 പഠിക്കാനുണ്ട്. ചാപ്റ്റർ 5 അഡീഷൻസ് ടു പേ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. പാർട്ട് 1 തന്നെ ഒരു ചാപ്റ്ററാണ് അഡീഷൻസ് ടു പേ. അതിലും കോമ്പൻസേറ്ററി അലവൻസുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. എസ്പെഷ്യലി റൂൾ 44 കോമ്പൻസേറ്ററി അലവൻസിനെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഹിയർ 12.5 only a definition.
നമുക്കറിയാം ചാപ്റ്റർ 2 എന്താ പറയുന്നത്? ചാപ്റ്റർ 2 റൂൾ 12 ഡീൽസ് വിത്ത് ഡെഫിനിഷൻസ് ഉള്ളി, നിർവചനങ്ങൾ മാത്രമാണ്. നമ്മൾ ഏത് റൂളായാലും കോഡായാലും എടുക്കുമ്പോൾ, ബഡ്ജറ്റ് മാനുവൽ ആയാലും അല്ലെ മാനുവൽ ആയാലും അല്ലെ ഫിനാൻഷ്യൽ കോഡായാലും അല്ലെങ്കിൽ കേരള സർവീസ് റൂൾസ് ആയാലും കേരള അക്കൗണ്ട് കോഡ് ആയാലും എല്ലാത്തിലും ചാപ്റ്റർ 2 എപ്പോഴും ഡെഫിനിഷൻസ് ആണ് കേട്ടോ. അപ്പോൾ കോമ്പൻസേറ്ററി അലവൻസ് എന്താണ്? 12.5 അല്ലേ? നഷ്ടപരിഹാര ബത്തകൾ, നഷ്ടപരിഹാര ബത്തകൾ റൂൾ 44 വിശദീകരിക്കുന്നുണ്ട് എൻ്റെ റൂൾസൊക്കെ. എന്താണ് ഈ നഷ്ടപരിഹാര ബത്തകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കി പോയേക്കാം. ഇപ്പോൾ റൂൾ 44 ഒക്കെ നമുക്ക് എളുപ്പമാവും. നഷ്ടപരിഹാര ബത്ത എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം. യാത്രപ്പടി TA ഒരു നഷ്ടപരിഹാര ബത്തയാണ്. എപ്പോഴാണ് നമ്മൾ TA വാങ്ങുന്നത്? യാത്രപ്പടിയിലെ ട്രാവലിംഗ് അലവൻസ് എപ്പോഴാണ് ലഭിക്കുന്നത്? യാത്ര ചെയ്യുമ്പോഴാണ്. പബ്ലിക് ഇൻട്രസ്റ്റിൽ യാത്ര ചെയ്യണം, പ്രൈവറ്റ് ഇൻട്രസ്റ്റ് അല്ല, പൊതു താല്പര്യാർത്ഥം. എന്നാൽ ഫോർ ദ ഇൻട്രസ്റ്റ് ഓഫ് സർവീസ്, വെൻ വി ഹാവ് ടു ട്രാവൽ വി ഷുഡ് ഇൻകർ certain expenditure. അതായത് പൊതു താല്പര്യാർത്ഥം യാത്ര ചെയ്യുമ്പോൾ, in the interest of service, if a government servant travels, he has to incur അല്ലേ expense or meet certain expenditure. കയ്യിൽ നിന്ന് പണം കൊടുത്ത് നമ്മൾ ബസ് ഫെയറോ ട്രെയിൻ ഫെയറോ കൊടുത്ത് നമ്മൾ യാത്ര ചെയ്യും. then it will be compensated or it will be made good by government by granting traveling allowance as per rules. അത് സർക്കാർ പിന്നെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്തു തരും അല്ലേ? അത് ഈ യാത്രപ്പടി രൂപത്തിലാണ് തരുന്നത്, റൂൾസ് അനുസരിച്ചുള്ള. നമുക്ക് ചിലവാകുന്ന പണം മുഴുവൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആസ് പെർ റൂൾസ് അനുസരിച്ചുള്ളതാണ് തരുന്നത്. അപ്പോൾ യാത്രപ്പടി ഒരു കോമ്പൻസേറ്ററി അലവൻസ് ആണ്. കാര്യം നഷ്ടം പരിഹരിക്കുകയാണ്, പണം കയ്യിൽ നിന്ന് പോയില്ലേ, അത് നമ്മുടെ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതുപോലെ HRA, സർക്കാർ ഉദ്യോഗസ്ഥൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ താമസിക്കണം. 15 കിലോമീറ്റർ ചുറ്റളവാണ് കേട്ടോ. ഓഫീസിൻ്റെ 15 കിലോമീറ്റർ സറൗണ്ടിങ്സ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. എന്നാൽ ഡോക്ടേഴ്സിനും മറ്റും അത് 8 കിലോമീറ്റേഴ്സാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ ഓഫീസേഴ്സൊക്കെ, ജഡ്ജസിനും മറ്റും 8 കിലോമീറ്ററാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് HRA തരുന്നത്, ഹെഡ്ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ HRA തരുന്നത്. സോ HRA is a compensatory allowance, TA is a compensatory allowance, then HRA is a compensatory allowance, then DA daily allowance, ദിനബത്ത നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. യാത്രപ്പടിയാണ് ഈ ദിനബത്ത എന്ന് പറയുന്നത്. ഒരു DA വാങ്ങത്തില്ലേ നമ്മൾ? TA ഒരു DA രൂപത്തിലും വാങ്ങാറില്ലേ? അപ്പോൾ അത് ഡെയിലി അലവൻസ് ആണ്, ദിനബത്തയാണ്. ആ ദിനബത്ത ഒരു കോമ്പൻസേറ്ററി അലവൻസ് ആണ്. TA is a compensatory allowance, HRA is a compensatory allowance, DA is a compensatory allowance, DA ഡെയിലി അലവൻസ്. അതുപോലെ CCA ഉണ്ടായിരുന്നു മുമ്പ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറയും. മഹാനഗര ബത്ത അതൊരു കോമ്പൻസേറ്ററി അലവൻസ് ആണ്. CCA ഒരു കോമ്പൻസേറ്ററി അലവൻസ് ആണ്. അതുപോലെ ഹിൽ അലവൻസ് കൊടുക്കാറുണ്ട്, ഹിൽ ട്രാക്ട് അലവൻസ് എന്ന് പറയും. ഹില്ലി ഹൈ റേഞ്ച് പ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഹിൽ അലവൻസ് കൊടുക്കും, HT എന്ന് പറയും, ഹിൽ ട്രാക്ട് അലവൻസ്. ഹിൽ അലവൻസ് ഒരു കോമ്പൻസേറ്ററി അലവൻസ് ആണ്. അതുപോലെ കൺവേയൻസ് അലവൻസ്, അതും ഒരു ടിയുടെ രൂപത്തിലുള്ളതാണല്ലോ കൺവേയൻസ് അലവൻസ്. വാഹന ബത്ത അതും കോമ്പൻസേറ്ററി അലവൻസ് ആണ്. പിന്നെ ധാരാളം മിസലേനിയസ് അലവൻസുകളുണ്ട്. വി ഹാവ് ടു ലേൺ ഇൻ ഡീറ്റെയിൽ ഇൻ അപ്പൻഡിക്സ് 4. അതുപോലെ യൂണിഫോം അലവൻസ്, യൂണിഫോം അലവൻസ് കോമ്പൻസേറ്ററി അലവൻസ് ആണ്, നഷ്ടപരിഹാര ബത്തയാണ്. വാഷിംഗ് അലവൻസ് നോട്ട് ചെയ്തോളൂ, വാഷിംഗ് അലവൻസ് ഒക്കെ ചോദിക്കും. താഴെ പറയുന്നതിൽ ഏതാണ് നഷ്ടപരിഹാര ബത്തകൾ? യൂണിഫോം അലവൻസ് വിച്ച് ഇസ് എ കോമ്പൻസേറ്ററി അലവൻസ്, വാഷിംഗ് അലവൻസ് ഇസ് എ കോമ്പൻസേറ്ററി അലവൻസ്, ഓർ ധോബി അലവൻസ് എന്നും പറയും. ധോബി അലവൻസ് കോമ്പൻസേറ്ററി അലവൻസ് ആണ്, അങ്ങനെയൊക്കെ ടെക്സ്റ്റ് പറയുന്നുണ്ട്. ദെൻ സെക്യൂരിറ്റി അലവൻസ്, വാല്യുബിൾസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഓഫീസേഴ്സിന് സെക്യൂരിറ്റി അലവൻസ് ടു ബി ഗിവൺ, ഇസ് ടു ബി ഗിവൺ, ദാറ്റ് ഈസ് സെക്യൂരിറ്റി അലവൻസ്. സെക്യൂരിറ്റി അലവൻസ് കോമ്പൻസേറ്ററി അലവൻസ് ആണ്. അതുപോലെ മെഡിക്കൽ മെൻ, ഡോക്ടേഴ്സിനും മറ്റും നോൺ പ്രാക്ടീസിങ് അലവൻസ് കൊടുക്കത്തില്ലേ? നോൺ പ്രാക്ടീസിങ് അലവൻസ്, നോൺ പ്രാക്ടീസിങ് അലവൻസ് ടു മെഡിക്കൽ മെൻ, അതൊക്കെ കോമ്പൻസേറ്ററി അലവൻസുകളാണ്. ഒരു ഐഡിയ കിട്ടിയല്ലോ വാട്ട്സ് കോമ്പൻസേറ്ററി അലവൻസ്. എന്നാൽ പേ ഇൻ DA, അതായത് പേഴ്സണൽ പേ, അങ്ങനെ വിവിധതരം പേ ഉണ്ട്. അതൊക്കെ നമുക്ക് വിശദമായി ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. പേഴ്സണൽ പേ, സ്പെഷ്യൽ പേ, പേഴ്സണൽ പേ, സ്പെഷ്യൽ പേ. അതുകൂടാതെ ഡിയർനെസ് പേ, ക്ഷാമശമ്പളം എന്ന് പറയും. അതൊക്കെ ചെറുതായിട്ടൊക്കെ പിന്നെ പഠിക്കാം. ക്ഷാമശമ്പളം, ഡിയർനെസ് പേ, പേഴ്സണൽ പേ,
ദെൻ ഡിയർനെസ് പേ, ക്ഷാമശമ്പളം എന്ന് പറയും. പിന്നെ പഠിക്കാം അതെന്താണെന്ന് വിശദമായിട്ടൊക്കെ. വല്ലാട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കാം. പേ, പേഴ്സണൽ പേ, സ്പെഷ്യൽ പേ ഒക്കെ വിശദമായി പഠിക്കാനുണ്ട്. ഡിയർനെസ് പേ, അതുപോലെ ഡിയർനെസ് അലവൻസ്, ക്ഷാമബത്ത അറിയാമല്ലോ. ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ, ഡിയർനെസ് അലവൻസ്, ക്ഷാമബത്ത, ഇതൊന്നും കോമ്പൻസേറ്റ് അലവൻസ് അല്ല കേട്ടോ. ദ ഫോളോയിങ് ഐറ്റംസ് ആർ നോട്ട് കോമ്പൻസേറ്റ് അലവൻസ്. ഏതൊക്കെയാണ്? പേയും, പേഴ്സണൽ പേയും, സ്പെഷ്യൽ പേയും, ഡിയർനെസ് പേയും, ഡിയർനെസ് അലവൻസ് ഒന്നും കോമ്പൻസേറ്റ് അലവൻസ് അല്ല. ബട്ട് HR ഈസ് എ കോമ്പൻസേറ്റ് അലവൻസ്. താഴെ പറഞ്ഞാൽ ഏതാണ് കോമ്പൻസേറ്റ് അലവൻസ്? പരീക്ഷയ്ക്ക് ചോദിക്കും. എ പേ, ബി DA എന്ന് പറയുക ഡിയർനെസ് അലവൻസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സി HR, ഡി നൺ ഓഫ് ദി അബോവ്. ഇതിൽ ഏതാണ് കോമ്പൻസേറ്റ് അലവൻസ്? ഈസ് ഇറ്റ് ക്ലിയർ? ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഐ തിങ്ക് ഇറ്റ് ഈസ് HRA അല്ലേ? HRA ഒരു കോമ്പൻസേറ്റ് അലവൻസ് ആണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കും, താഴെ പറയുന്ന ഐറ്റം ഏതാണ്, അല്ലെ താഴെ പറയുന്നതിൽ കോമ്പൻസേറ്റ് അലവൻസ് അല്ലാത്തത് ഏതാണ്? മേ ബി ആസ്ക്ഡ്. Then what is the definition here? Let us look into. Let us examine. 12.5 definition ഏത് റൂളിലാണ് പറയുന്നത്? 12.5 What's compensatory allowance? It means an allowance granted to meet, an allowance granted to meet personal expenditure, വ്യക്തിഗത ചെലവുകൾ നേരിടുന്നതിന് അനുവദിക്കുന്ന അലവൻസ് ആണ്. അതെങ്ങനെ ഉണ്ടായ എക്സ്പെൻഡിച്ചർ? ദാറ്റ് ഈസ് നെസസിറ്റേറ്റഡ് by the special circumstances in which duty is performed. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചെലവുകൾ, അനിവാര്യമായിട്ടുള്ള ചെലവുകൾ, ആവശ്യമായി വന്ന ചെലവുകൾ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഡ്യൂട്ടിയുടെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ചെലവുകൾ നേരിടുന്നതിന് അനുവദിക്കുന്ന ബത്തയാണ്. മലയാളം എഴുതുന്നവർ വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ചെലവുകൾ, ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് തന്നെ അങ്ങനെ എഴുതിയാൽ മതിയല്ലോ. ഡ്യൂട്ടിയുടെ ഭാഗമായി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന നേരിടേണ്ടി വരുന്ന ചെലവുകൾ, ഡ്യൂട്ടിയുടെ ഭാഗമായി ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ചെലവുകൾ നേരിടുന്നതിന് അനുവദിക്കുന്ന ബത്ത. അത് പിന്നെ കോമ്പൻസേറ്റ് ചെയ്ത് തരുവാണ്. എന്തിന്റെ ഭാഗമായിട്ട്? ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട്. എങ്ങനെയുള്ള ഡ്യൂട്ടി? ഡൺ ബൈ സം സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്. അതാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ പണം ചെലവഴിക്കേണ്ടി വരും. ഉദാഹരണം, യാത്ര പോകുമ്പോൾ, ടൂർ പോകുമ്പോൾ, അതൊരു പ്രത്യേക സാഹചര്യമാണ്. ഓഫീസിൽ നിന്ന് ജോലി ചെയ്യുകയല്ല, അപ്പോഴും നമ്മൾ പണം ചെലവഴിക്കുന്നു. അത് TA രൂപത്തിൽ തിരികെ തരുന്നു. സോ വാട്ട് ഈസ് കോമ്പൻസേറ്റ് അലവൻസ്? പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കും. ആൻ അലവൻസ് ഗ്രാൻറ്റഡ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ. ഇതിനകത്ത് ഒരു വാക്കും കളയാനില്ല. നെസസിറ്റേറ്റഡ് ബൈ ദ സ്പെഷ്യൽ circumstances in which duty is performed. It's a beautiful definition അല്ലേ? What is compensation? അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കും. An allowance granted to meet personal expenditure necessitated by the special circumstances in which duty is performed. A personal allowance, B special allowance, C a subsistence allowance, D compensatory allowance. എപ്പോഴും ചോദിക്കും കേട്ടോ. പിന്നെ താഴെ പറഞ്ഞതിൽ ഏതൊക്കെയാണ് കോമ്പൻസേറ്ററി അലവൻസുകൾ, അല്ലെ കോമ്പൻസേറ്ററി അലവൻസ് അല്ലാത്തത് ഏതാണ്? നമ്മളൊക്കെ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും കേട്ടോ. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ നൗ. അടുത്തത് കോമ്പീറ്റന്റ് അതോറിറ്റി. ആരാണ് ഈ കോമ്പീറ്റന്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ? കോമ്പീറ്റന്റ് അതോറിറ്റി ക്ഷമതയുള്ള അധികാരി, അല്ലെ അർഹതയുള്ള അധികാരി. 12.5 ക്യാപിറ്റൽ ആണ് കോമ്പീറ്റന്റ് അതോറിറ്റി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു അപ്പോയിന്റിങ് അതോറിറ്റി ഒരു കോമ്പീറ്റന്റ് അതോറിറ്റിയാണ് എന്ന് പറഞ്ഞാൽ, അപ്പോയിന്റിങ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ദ അതോറിറ്റി in whom the power to appoint an officer is vested. അല്ലേ? ഒരാളെ നിയമിക്കാൻ അധികാരമുള്ള അപ്പോയിന്റിങ് അതോറിറ്റി, നിയമനാധികാരി ഒരു കോമ്പീറ്റന്റ് അതോറിറ്റിയാണ്. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ ഈ ചട്ടങ്ങൾ പ്രകാരം പവേഴ്സ് നിയമിക്കാനായാലും, അല്ലെങ്കിൽ പിരിച്ചുവിടാനായാലും, എന്തിനായാലും, അല്ലെങ്കിൽ അവധി അനുവദിക്കുന്നതിനായാലും പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് കോമ്പീറ്റന്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിട്ട് പല അധികാരികളും അദ്ദേഹത്തിന്റെ മുകളിൽ കോമ്പീറ്റന്റ് അതോറിറ്റീസ് ആണ്. ഹെഡ് ഓഫ് ഓഫീസ്, അപ്പൊ നമ്മുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, അല്ലെ കോളേജിലെ പ്രിൻസിപ്പൽ, അല്ലെ ഒരു ഹോസ്പിറ്റലിലെ സൂപ്രണ്ട്, അവരൊക്കെ കോമ്പീറ്റന്റ് അതോറിറ്റീസ് ആണ്. കാരണം അവർക്ക് ഒരുപാട് അധികാരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ ജോലി ചെയ്യിപ്പിക്കാനും
ലീവ് അനുവദിക്കാനും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനും അല്ലേ, നമ്മുടെ പഞ്ച്വാലിറ്റി ഒക്കെ നോക്കാനും അതൊക്കെ അതിനുള്ള കോമ്പിറ്റൻസി അവർക്കുണ്ട്, അർഹതയുണ്ട്. ക്ഷമതയുള്ള അധികാരി എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. ക്ഷമത, അർഹതപ്പെട്ട അധികാരി അല്ലെ ക്ഷമതയുള്ള അധികാരി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിന് കൈമാറ്റം ചെയ്ത് ലഭിച്ചിട്ടുള്ള അധികാരികളെയാണ് കോമ്പിറ്റന്റ് അതോറിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ഹെഡ് ഓഫ് ഓഫീസിനേക്കാൾ കൂടുതൽ അധികാരങ്ങൾ നമ്മുടെ അപ്പോയിന്റിംഗ് അതോറിറ്റിക്കുണ്ട്. അതിനേക്കാൾ കൂടുതൽ അധികാരങ്ങൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനുണ്ട്. HOD ചില കാര്യങ്ങളിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് കോമ്പിറ്റന്റ് അതോറിറ്റിയാണ്. ഉദാഹരണം, നമുക്കിപ്പോൾ അപ്പൻഡിക്സ് 12A പ്രകാരം, അപ്പൻഡിക്സ് 12A 12A പ്രകാരം ഏതെങ്കിലും LWA ഫോർ അതർ എംപ്ലോയ്മെന്റ് എടുക്കണം, ഫോർ എംപ്ലോയ്മെന്റ് അബ്രോഡ് അല്ലേ, അതായത് അത് അനുവദിക്കുന്ന ആരാണ്? നമ്മൾ വിദേശത്ത് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മറ്റെന്തെങ്കിലും തൊഴിൽ ഏർപ്പെടാൻ സർക്കാർ ഉദ്യോഗസ്ഥൻ അവധി അപേക്ഷിക്കുന്നത് അപ്പൻഡിക്സ് 12A പ്രകാരമാണ്. അപ്പോഴത് അനുവദിക്കുന്നത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഇൻ ദാറ്റ് കേസ് the authority to sanction leave is head of the department. So the competent authority is the head of the department. അല്ലേ? അതുപോലെ 12B പ്രകാരം ലീവ് അനുവദിക്കുന്നത്, LWA 12B പ്രകാരം അനുവദിക്കുന്നത് ഗവൺമെന്റ് ആണ്. അതെന്താവശ്യത്തിന് എടുക്കുന്നത്? ഒന്നിപ്പോൾ ആരും എഴുതിയെടുക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതായത് 12B പ്രകാരം സ്റ്റഡി പർപ്പസിന് ലീവ് എടുക്കും, അപ്പൻഡിക്സ് ആണ്, ഇതൊക്കെ നമുക്ക് വിശദമായി പഠിക്കാനുണ്ട് കേട്ടോ. അത് അനുവദിക്കുന്ന ഗവൺമെന്റ് ആണ്. സോ ഇൻ ദാറ്റ് കേസ് ഗവൺമെന്റ് ഇസ് എ കോമ്പിറ്റന്റ് അതോറിറ്റി. അതുപോലെ 12C പ്രകാരം ടു ജോയിൻ സ്പൗസ് എന്ന് പറഞ്ഞ് ലീവ് എടുക്കും, അതും 5 years ലീവാണ്. അതും ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് ഇപ്പം അനുവദിക്കാനുള്ള അധികാരമുണ്ട്. അത് 1/12/2012 മുതലാണ് ആ അധികാരം ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് കൊടുത്തേക്കുന്നത്. അതിനു മുമ്പ് ആ അധികാരം ഗവൺമെന്റ് ആയിരുന്നു, ഗവൺമെന്റ് പോകണമായിരുന്നു കേട്ടോ. ഇപ്പം മനസ്സിലായല്ലോ കോമ്പിറ്റന്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്കൊന്ന് ചുരുക്കി മനസ്സിലാക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വിശദമായി പറയുന്നുണ്ട്. കോമ്പിറ്റന്റ് അതോറിറ്റി മീൻസ് ദ അതോറിറ്റി ടു വിച്ച് പവർ ഹാസ് ബീൻ ഡെലിഗേറ്റഡ് അണ്ടർ ദീസ് റൂൾസ്. ഇത്രയും മതി. കോമ്പിറ്റന്റ് അതോറിറ്റി മീൻസ് ദ അതോറിറ്റി ടു വിച്ച് സച്ച് കളഞ്ഞു പവർ ഹാസ് ബീൻ ഡെലിഗേറ്റഡ് അണ്ടർ ദീസ് റൂൾസ്. ഫോർ എക്സാമ്പിൾ, അപ്പോയിന്റിംഗ് അതോറിറ്റി ഇസ് എ കോമ്പിറ്റന്റ് അതോറിറ്റി. നിയമനാധികാരി ഒരു കോമ്പിറ്റന്റ് അതോറിറ്റിയാണ്. ക്ലിയർ ആണല്ലോ? കോമ്പിറ്റന്റ് അതോറിറ്റി മീൻസ് ദ അതോറിറ്റി ടു വിച്ച് പവർ ഹാസ് ബീൻ ഡെലിഗേറ്റഡ്. ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഡെഫിനിഷൻ ഞാൻ മൊത്തം വായിച്ചേക്കാം. കോമ്പിറ്റന്റ് അതോറിറ്റി മീൻസ് അതോറിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് എനി ഓഫീസർ. ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിട്ട് കോമ്പിറ്റന്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇൻസോഫാർ ആസ് എനി പവർ delegated under these rules is concerned means the authority to which such power has been delegated and where no such specific delegation has been made. എഴുതിയെടുക്കണ്ട. ഇനി അങ്ങനെ ഡെലിഗേഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ the competent authority is, unless otherwise stated, the authority in whom the power to appoint an officer has been or is vested from time to time by the state government. ഒരാളെ നിയമിക്കാൻ ഉള്ള അധികാരങ്ങൾ കാലാകാലങ്ങളിൽ സർക്കാർ നിക്ഷിപ്തമാക്കിയിട്ടുള്ള അല്ലെ കൈമാറ്റം ചെയ്തു കൊടുത്തുള്ള ഏത് അധികാരിയും കോമ്പിറ്റന്റ് അതോറിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ ഭാഗത്ത് ഉദ്ദേശിക്കുന്നത് അപ്പോയിന്റിംഗ് അതോറിറ്റിയാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് വൺ ഡേ ആണ്. 12(6) ദിവസം. എന്താണ് ഡേ എന്ന് പറഞ്ഞാലും? ഡേ മീൻസ് സിമ്പിൾ ഇറ്റ് ഈസ് എ കലണ്ടർ ഡേ. ഡേ എന്ന് പറഞ്ഞാൽ ഒരു കലണ്ടർ ഡേ ആണ്. അതായത് 24 hours ബിഗിനിങ് ആൻഡ് എൻഡിങ് ആൻഡ് മിഡ് നൈറ്റ്, അങ്ങനെയും പറയാം അല്ലേ? അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് ചോയ്സ് ആണ്. ഡേ മീൻസ് എ കലണ്ടർ ഡേ, ബി 24 hours ബിഗിനിങ് ആൻഡ് എൻഡിങ് ആൻഡ് മിഡ് നൈറ്റ്, or that begins and ends at midnight. 24 hours that begins and ends at midnight. അർദ്ധരാത്രിയിൽ ആരംഭിച്ച് അർദ്ധരാത്രിയിൽ അവസാനിക്കുന്ന 24 മണിക്കൂർ. അതാണല്ലോ ഒരു കലണ്ടർ ദിവസം. ഡേ മീൻസ് എ കലണ്ടർ ഡേ, ബിഗിനിങ് ആൻഡ് എൻഡിങ് ആൻഡ് മിഡ് നൈറ്റ്. അർദ്ധരാത്രിയിൽ ആരംഭിച്ച് അർദ്ധരാത്രിയിൽ അവസാനിക്കുന്ന 24 മണിക്കൂർ.
അതായത് 24 hours ബിഗിനിങ് ആൻഡ് എൻഡിങ് ആൻഡ് മിഡ് നൈറ്റ്. എന്നാൽ അത് കൂടാതെ ഒരു ഡെഫിനിഷൻ കൂടി പറയുന്നുണ്ട്, സി എന്ന് പറയാം. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള HQവിൽ നിന്നുള്ള 24 മണിക്കൂറിൽ കവിയാത്ത അസാന്നിധ്യം, അല്ലെ 24 മണിക്കൂർ വരെയുള്ള അസാന്നിധ്യം ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. ഞാനത് സിമ്പിളി ഒരു ഉദാഹരണം പറയാം. ഇത് നമുക്ക് വിശദമായിട്ട് ടിയർ റൂൾസിൽ പഠിക്കാനുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ 30/7 രാവിലെ 30/7/2026 രാവിലെ ഒരു 11 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ടൂർ പോവുകയാണ്. അദ്ദേഹം രാത്രിയിൽ ഒരു 8 മണിയായപ്പോൾ തിരിച്ചെത്തി. ദ സെയിം ഡേ ഹി റിട്ടേൺ ടു ഹിസ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ദ വെരി നെക്സ്റ്റ് ഡേ, ദാറ്റ് ഈസ് 31st July, he left his headquarters at 8 a.m. on official purpose tour, and he came back. He returned to his headquarters at 11 a.m. 11 മണിക്ക് തിരിച്ചു വന്നു. 30/7 11 മണിക്ക് തിരിച്ചു പുറപ്പെട്ടത്. അന്ന് തന്നെ തിരികെ വന്നു. വീണ്ടും അടുത്ത ദിവസം രാവിലെ പോയി 11 മണിക്ക് തിരിച്ചു വന്നു. ഇവിടെ 2 തീയതികളിലായിട്ട് അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 തീയതികളിൽ യാത്ര ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ ടോട്ടൽ ആബ്സെൻസ് വിത്തിൻ 24 hours നമുക്ക് ടിയർ റൂൾസിൽ പഠിക്കാനുണ്ട്. ഇങ്ങനെയുണ്ട്. അതായത് ഈ കേസുകളിലൊക്കെ ഇങ്ങനെയുള്ള യാത്ര ചെയ്താലും നമ്മൾ ഒരു ദിവസം യാത്ര ചെയ്തു, അടുത്ത 24 മണിക്കൂറിനകം അന്ന് തന്നെ തിരികെ വന്ന് അടുത്ത 24 മണിക്കൂർ ആ യാത്ര ചെയ്ത് തുടങ്ങിയ സമയം മുതൽ തൊട്ടടുത്ത ദിവസവും ഒരു 24 hours മറ്റൊരു യാത്ര കൂടി ചെയ്താൽ ഒരു TA കൊടുക്കാൻ പാടുള്ളൂ എന്ന് റൂളിൽ പറയുന്നുണ്ട്. അതൊക്കെ വിശദമായിട്ട് പിന്നീട് പഠിക്കാം. ഇവിടെ ഈവൻ ദോ 2 തീയതികളിലാണ് ഇത് സംഭവിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ടോട്ടൽ ആബ്സെൻസ് ഫ്രം ഹെഡ്ക്വാർട്ടേഴ്സ് ഡസ് നോട്ട് എക്സീഡ് 24 hours. സോ അതുകൊണ്ട് അതൊരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മളിപ്പം ടൂർ പോകുമ്പോൾ ഹോൾട്ട് കണക്കാക്കാറില്ല. ഹോൾട്ട് എങ്ങനെ കണക്കാക്കുന്നത്? ഓരോ 24 മണിക്കൂറും ഒരു ദിവസമായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ സപ്പോസ് 1/7/2026 ഒരു ഉദ്യോഗസ്ഥൻ രാവിലെ 10 മണിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് പുറപ്പെട്ടു, 5 മണിക്കൂർ പുതിയ സ്ഥലത്ത് എത്തിച്ചേർന്നു, അവിടെ ഹോൾട്ട് ചെയ്യുന്നു. ഹി സ്റ്റാർട്ടഡ് ഹോൾട്ട്. 1-ാം തീയതി ഒന്നും എഴുതിയെടുക്കണ്ടാരും, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. 1-ാം തീയതി 5 മണിക്ക് പുറത്തൊരു സ്ഥലത്ത് പോയി അവിടെ ഹോൾട്ട് ചെയ്യുകയാണ്. 2-ാം തീയതി അദ്ദേഹം 2:07 അവിടെ തന്നെ ഹോൾട്ട് ചെയ്തു. 3:07 അവിടെ തന്നെ ഹോൾട്ട് ചെയ്തു. 4:07 10 മണിക്ക് തിരിച്ചു പുറപ്പെട്ടു. ടോട്ടൽ അദ്ദേഹത്തെ എത്ര DA കൊടുക്കുന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? we will have to calculate the total hours of halt. അതായത് 1:07 അദ്ദേഹത്തിന് 7 മണിക്കൂർ, 5 മണിക്കാണ് എത്തിയത്, പിന്നെ 7 മണിക്കൂർ ഹാൾട്ട് ചെയ്തു അല്ലേ? 1:07 7 മണിക്കൂർ ഹാൾട്ട് വന്നു. 1:07 2:07 24 മണിക്കൂർ, 3:07 24 മണിക്കൂർ, 4:07 10 മണിക്കൂർ. ടോട്ടൽ 4-8 15 1 65 മണിക്കൂറാണ് ഹോൾട്ട് ചെയ്തത്. ഇതിനെ നമ്മൾ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓരോ 24 hours ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനാണ് ഒരു DA കൊടുക്കുന്നത്, DA ഫോർ ഹോൾട്ട്. പിന്നെ അതിന് മറ്റുള്ള റൂൾസ് ഒക്കെ ഉണ്ട്. ഇനി 24 മണിക്കൂർ താഴെ ആയാലും ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. 12 മണിക്കൂറായാലും ഒരു ദിവസമാണ്, 20 മണിക്കൂറായാലും ഒരു ദിവസമാണ്. പക്ഷേ DA കൊടുക്കുന്നതിന് ചില കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് വിശദമായി പഠിക്കാം. അപ്പൊ 24 മണിക്കൂറിൽ കവിയാത്ത അസാന്നിധ്യം ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. ദിവസം എന്നുള്ളതിന്റെ 3-ാമത്തെ ഡെഫിനിഷൻ അതാണ്. ജോലി ആസ്ഥാനത്ത് നിന്നും 24 മണിക്കൂറിൽ കവിയാത്ത അസാന്നിധ്യം ഒരു ദിവസമാണ്. ഇപ്പൊ 48 hours ആകുമ്പോൾ 2 ദിവസമായി, 36 hours ആയാലും 2 ദിവസമാണ്, 30 hours ആയാലും 2 ദിവസമാണ്. എന്നാൽ 65 hours 3 ദിവസമാണ്, 72 hours വരെ 3 ദിവസമാണ്. മനസ്സിലായില്ല? ഓരോ 24 മണിക്കൂറും അതിൽ കുറഞ്ഞ സമയവും ഒരു ദിവസമായിട്ട് കണക്കാക്കും. അതായത് 24 മണിക്കൂറിൽ കവിയാത്ത അസാന്നിധ്യം. an absence of an officer from his headquarters. Absence of an officer, ഒരു ദിവസത്തിന്റെ അസാന്നിധ്യം from his headquarters which does not exceed 24 hours. അതും ഒരു ദിവസമാണ്. 3-ാമത്തെ ഡെഫിനിഷൻ, an absence of an officer from his headquarters which does not exceed 24 hours. It shall be reckoned for all purposes as one day. എന്ന് റൂളിൽ തന്നെ പറയുന്നില്ലേ? It shall be reckoned
ഫോർ ഓൾ പർപ്പസസ് ആസ് 1 day. എല്ലാ കാര്യങ്ങൾക്കും അത് ഒരു ദിവസമായിട്ട് കണക്കാക്കും. വിശദമായിട്ട് പറ്റിയേ പഠിക്കാം. അറ്റ് വാട്ട് എവർ അവേഴ്സ് ദ ആബ്സെൻസ് ബിഗിൻസ് ഓർ എൻഡ്സ്. ആബ്സെൻസ് എപ്പോൾ ആരംഭിച്ചാലും അവസാനിച്ചാലും. ഒരു ചോദ്യം പറയാം. ക്വസ്റ്റ്യൻ. ഡേ മീൻസ് എ കലണ്ടർ ഡേ. ബി എ പീരിയഡ് ഓഫ് 24 hours beginning and ending at midnight. C an absence from headquarters which does not exceed 24 hours. D all the above. It's an exam question. കേട്ടോ, ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചോദിക്കാം. all the above അല്ലേ ശരി ഉത്തരം? ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ നിന്ന് എൻഡ് ചെയ്യുകയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഡെഫിനേഷൻ ഡ്യൂട്ടിയാണ്. അപ്പോൾ 37 പദങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, ഡ്യൂട്ടിയാണ്. അപ്പൊ ഇന്നത്തെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിലെ പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിന്ന് എൻഡ് ചെയ്യുകയാണ്. താങ്ക് യു ആൾ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഗുഡ് നൈറ്റ്. ലെറ്റ്സ് സീ.